ഞാനിപ്പോൾ കോയമ്പത്തൂരിലുള്ള കേട്ടോ. കോയമ്പത്തൂരിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ തിരക്ക് കാണുക. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സിറ്റിയാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂരിൽ ഉക്കടം മാർക്കറ്റിൽ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ട്രാവൽ ചാനൽ 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡ് സ്ട്രീറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ വെറൈറ്റി ജ്യൂസുകളൊന്ന് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ കാണാത്ത ഒരുപാട് ജ്യൂസുകളുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ. കോയമ്പത്തൂരിലെ ബിരിയാണി അതൊരു വെറൈറ്റി ബിരിയാണി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ മലബാർ കോഴിക്കോട് ബിരിയാണിനെക്കാട്ടും കോഴിക്കോട് ബിരിയാണി അതിൻ്റെ വേറേതായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഈ റാവുത്തറിൻ്റെ ബിരിയാണിയാണ്. റാവുത്തർ ബിരിയാണി എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ വേറെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചിക്കൻ ലോലിപ്പോപ്പ് എന്ന് പറഞ്ഞിട്ട് ചിക്കനെ കൊണ്ട് ഒരുപാട് വെറൈറ്റികൾ ഉള്ള ഒരു ഭാഗമാണ്. അതും വളരെ ചെറിയ റേറ്റിനാണ് കേട്ടോ ഉള്ളത്. കബാബൊക്കെ വെറും 100 രൂപക്കാണ് ഇങ്ങനത്തെ ഒരു കോല് കൊടുക്കുന്നത്. 3 പീസ് 4 പീസ് ഉണ്ടാവും, ചിലപ്പോൾ 5 പീസ്, അങ്ങനെ പല ടൈപ്പായിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ. പക്ഷെ ഇവിടെ വെറൈറ്റി എന്ന് പറയുന്ന ഒരുപാട് നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് ഫുഡുകളുണ്ട്. ശരിക്കും ഒരു ദിവസം വന്ന് ട്രയൽ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഉക്കടം മാർക്കറ്റിലെ ഫുഡ് സ്ട്രീറ്റ്. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്തായിരുന്നു പറഞ്ഞാൽ ഇത് കുറച്ച് മുമ്പ് വരെ 24 hours ആയിരുന്നു. ഇത് അടക്കലില്ല ഈ ഷോപ്പുകളൊന്നും. 24 മണിക്കൂർ ഇതിങ്ങനെ വർക്കിംഗ് ആയിരുന്നു. ഇപ്പം കുറച്ച് കാലമായിട്ട് പോലീസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നു. കാരണം റഷും ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ വന്നതിനെ കൊണ്ട് ഇവരിപ്പോൾ രാത്രി 2 മണി 3 മണീൻ്റെ ഉള്ളിൽ എന്താക്കും ഈ മാർക്കറ്റ് അടക്കാറുണ്ട്. കാരണം എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 24 മണിക്കൂറാണ്. ഇതൊക്കെ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു എഴുതിയിട്ട് കണ്ടില്ല. തവക്കൊക്കെ വളരെ 240 റുപ്യാണ് ആകെ ഉള്ളത് ഒരു ഫുൾ തവക്ക് വരുന്നത്. വളരെ ചീപ്പ് ആൻഡ് റേറ്റ്. അതുമാത്രമല്ല ഹലാൽ ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഫുള്ള് ഹലാൽ ഫുഡാണ്. പക്ഷെ ഞാൻ ഒരുപാട് സാധനം ടെസ്റ്റ് ചെയ്ത് ഈ ജ്യൂസുകൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഈ ഇത് എന്ന് പറയുന്നത് നമ്മളെ ഒരു വെറൈറ്റി ജ്യൂസാണ്. ഇതൊക്കെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനങ്ങനെ കുടിക്കാനൊന്നുമില്ല, കാരണം തണുപ്പതിനും കൊണ്ട്. അതുപോലെ പൊറോട്ടയ്ക്ക് അതുപോലെ ഇവൻ്റെ ചിക്കൻ ലോലിപ്പോപ്പ് അങ്ങനെ വെറൈറ്റി ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ശരിക്കും നിങ്ങളിവിടെ ഒരു ദിവസം വന്ന് ഒന്ന് ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കി വിലയിരുത്താൻ. അത്രയും ഒരു വെറൈറ്റി ഒരു ഐറ്റംസാണ് ഇവിടെ. ഞാൻ കുറേ ഐറ്റംസ് കഴിച്ചിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ കബാബ് ചിക്കൻ തന്നെ കേട്ടോ. കബാബ് ചിക്കൻ ബീഫിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്, എല്ലാത്തിനും റീസണബിൾ റേറ്റ്. അതൊക്കെ ഇവർ ഇതിൻ്റെ ചുടാണ് കേട്ടോ. ഒരു പ്രത്യേക മെഷീനിലാണ് ഇത് ചുടുന്നത്. ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭംഗിയാണ്. എന്തായാലും ഈ ഷോപ്പിൽ ഭയങ്കര തിരക്കാണ്. ഞാൻ ഇപ്പം ഈ ഫുഡിൽ നിന്ന് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതൊക്കെ. വെറൈറ്റി ഓരോ ഇവർ ചട്നിയൊക്കെ ഉണ്ടല്ലോ, ഇതൊന്ന് മയോണീസൊക്കെ വെറൈറ്റി കളറാണ്. മയോണീസിൻ്റെ ഒക്കെ കളറ് ഒരു മഞ്ഞ കളറ്. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, മഞ്ഞ പച്ച കബാബ്. ഇതൊക്കെ നല്ല ഒരു കാണുമ്പോൾ തന്നെ ഇതൊക്കെ വെറും 100 റുപ്യ ഉള്ളൂ കേട്ടോ. ആ സെറ്റാണ് 100 റുപ്യക്ക് കൊടുക്കുന്നത്. ഇത് കണ്ടില്ല, ഇത് ബീഫിൻ്റെ ആ ചട്നി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മയോണീസാണ്, പച്ച മയോണീസാണ്. പിന്നെ മഞ്ഞ മയോണീസ്, പിന്നെ ഉള്ളി, അങ്ങനെ ശരിക്കും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. ആ തിന്നതിന് മുമ്പ് തന്നെ ഭംഗി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇത് ബീഫ് കീമ. ഇതാണ് ബിരിയാണിയിൽ ഇവർ മറ്റേ കോയമ്പത്തൂർ ബിരിയാണി ഒരു പ്രത്യേക റാവുത്തർ ബിരിയാണി. അങ്ങനെ ഈ മാർക്കറ്റ് 1 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാനുണ്ട്. 1 കിലോമീറ്ററോളം 2 സൈഡിലും ഇതന്നെ പരിപാടി. ഈ ഫുഡല്ലാതെ വേറെ ഒരു കുന്തം ഈ മാർക്കറ്റില്ല. കണ്ടില്ല, ബിരിയാണിയൊക്കെ പാക്ക് ചെയ്യുന്നതും പാർസലായിട്ടും. ബിരിയാണീൻ്റെ കൂടെ കൊടുക്കുന്ന ചിക്കൻ കണ്ടില്ല, ലോലിപ്പോപ്പ് ഒരു പൊലമൊക്കെ വെച്ചിട്ട് ഇത് ബിരിയാണിയാണ്. ഇതൊക്കെ എന്ത് ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ഇത് മന്തിയാണ് കേട്ടോ. മന്തിക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ ഇവിടെ. ഇത് മന്തിൻ്റെ ചിക്കന് മസാല ഇട്ട് വെച്ചതാണ്. ഇതാണ് മന്തി. ഇത് ഫുള്ളാണ്. ഇത് വെറും 450 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ 800 റുപ്യ 900 റുപ്യ കൊടുക്കേണ്ടത്. അത് കണ്ടില്ലേ, 450 രൂപയാണ്. ഞാൻ മന്തി ഞാൻ കഴിച്ചില്ല, ബാക്കിയെല്ലാം ഒരുവിധം. അതൊക്കെ കീമാണ്, ബീഫ് കീമാണ്. കണ്ടില്ല, ഇവിടെയൊക്കെ ഭയങ്കര ഹെവി റഷാണ്. എന്തായാലും ഒരു ദിവസം ഒന്ന് മസ്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്
ഈ കാണുന്ന കോയമ്പത്തൂർ മാർക്കറ്റ്. പിന്നെ വത്തക്കകൾ ഇങ്ങനത്തെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ഇരിക്കുന്ന 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതൊക്കെ പിന്നെ നാട്ടിലെല്ലാ ഭാഗത്തും ഞങ്ങൾ എല്ലാ ഭാഗത്തും ബാംഗ്ലൂരിലൊക്കെ പോയാൽ കാണലുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഈ HMR ബിരിയാണി സെൻ്ററാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. അതായത് ആബിദ ബിരിയാണി സെൻ്റർ എന്ന് പറഞ്ഞ 2 ഷോപ്പുകളാണ് ഇവരെ എപ്പോഴും റഷ്. കുറച്ച് മുമ്പ് ഇപ്പോൾ ഈ ആബിദയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇതാണ് ആബിദ ബിരിയാണി ഹോട്ടൽ. ഇവിടാണ് ഇപ്പോൾ ഏറ്റവും റഷ് ഉണ്ടാവുന്ന ഒരു ഹോട്ടലാണിത്. ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലബാർ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ ഡെസേർട്ട് ഐറ്റംസാണ്. ഈ ഡെസേർട്ട് എന്ന് പറയുന്നത് അത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. 200-150 റുപ്യ റേഞ്ചിലേക്ക് വരുന്നത്. ഡെസേർട്ടിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാണ്. ഈ ജംഗ്ഷൻ മുതൽ അങ്ങോട്ടേക്ക് നേരെ 1 കിലോമീറ്ററാണ് ഈ മാർക്കറ്റ് കിടക്കുന്നത്. ഇപ്പം സമയം ഞാനിപ്പോൾ ഏകദേശം ഒരു 11 മണീൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു. കാരണം ഭക്ഷണം കഴിക്കുന്നൊന്നും എനിക്ക് ശരിക്കും എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് ഇവിടുത്തെ മാർക്കറ്റ് ഒരു സ്പെഷ്യൽ തന്നെ കേട്ടോ. ഒരു സംശയമില്ല, ഒരു ദിവസം ഒന്ന് മസ്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ഗ്ലാസ് അലമാരയിൽ ഉണ്ടാകുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഡെസേർട്ടുകളാണ്. പല ടൈപ്പ്, ഇതിൻ്റെ ഓരോ പേരുകളൊന്നും ഞാൻ കേട്ടിട്ടും കൂടിയില്ല. പല ടൈപ്പ് ഡെസേർട്ടും ജ്യൂസുകളാണ് ഇതൊക്കെ കാണുന്നത്. ഇവിടെ ഈ മേക്കിംഗ് കാണണം. മേക്കിംഗ് കാണുമ്പോഴാണ് ഏറ്റവും വലിയ ഭംഗി. ലൈവാണ് കേട്ടോ, ഫുള്ള് ലൈവാണ്. കിച്ചൺ മൊത്തം ലൈവാണ്. ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റിലുള്ളത് ഈ ചിക്കൻ്റെ കബാബ് ഐറ്റംസാണ്. ഇതോതെന്തെങ്കിലും ഡെസേർട്ട് ഐറ്റംസ്, അത് വേറെ ഒരു ഡെസേർട്ടാണ്. ഇതിൻ്റെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. എന്തായാലും നല്ല ഇവരെ ഈ പാക്കിങ്ങും. ഇത് നമ്മളെ ബ്രൗണിയാണ്, ബ്രൗണി കേക്ക്. ഇതിലെന്തോ ഒരു ഗ്രേവി എന്തോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റേറ്റ് കുറച്ച് കൂടുതൽ കോസ്റ്റ്ലി റേറ്റൊക്കെയാണ്. ഒരു സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും കുറച്ച് റേറ്റ് കൂടുതലാണ് ഇങ്ങനത്തെ സാധനത്തിനൊക്കെ. ഇതൊന്നും ഞാൻ ടേസ്റ്റ് നോക്കിയില്ല. അതിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഗ്രീന്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഡെസേർട്ടുകളാട്ടോ. ഇതൊക്കെ പാർസൽ ലെവലിൽ കൊണ്ടുവന്ന 250 റുപ്യ റേഞ്ചിലാണ് ഇതിൻ്റെ പാക്കറ്റ്. ഗുലാബ് ജാമുണ്ട്, പല ടൈപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ലെവലിൽ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാണ് എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തി. ഇതെന്ന് പറഞ്ഞാൽ ഒരു മൈദാനം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സാധനം. അത് സീസുണ്ട്, അതിൻ്റെ എരിവുള്ളതുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, മധുരമുണ്ട്. അതിൽ ഞാൻ ടേസ്റ്റ് എടുത്ത് മധുരമുള്ളതല്ല, ഞാൻ എരിവുള്ളതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു അതിർപ്പത്തിൽ. ഒരെണ്ണത്തിന് 20 രൂപയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊന്ന് വാങ്ങി ഓർഡർ ചെയ്തിട്ടാണ്, ഇതുവരെ കിട്ടിയില്ല. കുഴപ്പമില്ല കേട്ടോ സാധനം. ഞാൻ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്, ഇങ്ങനെ ഉണ്ട് നോക്കാൻ. സ്പൈസിയാണ് ഞാൻ വാങ്ങിയത്. അവർ പറഞ്ഞു സ്പൈസി ടേസ്റ്റ് എന്ന് പറഞ്ഞു. 20 രൂപ അതിൻ്റെ റേറ്റ്. നല്ല ചൂടുണ്ട് കേട്ടോ. അല്ല, മൈദ കേട്ടോ യൂസ് ചെയ്യുന്നത്. €20 ഏവറേജ് ആണ്, കുഴപ്പമില്ല.